ഇതിൻ്റെ ഒരു ക്രൊണോളജിക്കൽ ഓർഡർ ഞാൻ പറയാം. ഇതിലെന്താ സംഭവിച്ചിരിക്കുന്നതെന്നുള്ളത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മനസ്സിലാവുള്ളൂ. കാരണം വെച്ചാൽ രാഷ്ട്രീയ നേതാക്കൾ വന്നിട്ട് അവരുടേതായ പ്രസ്താവനകൾ നടത്തി പോകുന്നു, അതിനുള്ള മറുപടി മുഖ്യമന്ത്രി നൽകുന്നു. ഇപ്പോൾ രത്തൻ യു ഖേൽക്കറും വരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് രത്തൻ യു ഖേൽക്കർ ഇവിടെ വന്നിട്ട് ഈ വിഷയത്തിലൊരു മറുപടി കൊടുക്കുന്നുണ്ട്. അത് ഏത് സാഹചര്യം ആയതുകൊണ്ടാണ്? തിരഞ്ഞെടുപ്പ് സാഹചര്യം ആയതുകൊണ്ടാണ്. അതാണ് നമ്മൾ പൊതുജനങ്ങൾ ആദ്യം ഈ കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ ക്രൊണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞാൽ ഈ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വരുമ്പോൾ സ്വാഭാവികമായും ഈ പറയുന്നത് പോലെ സൈബർ പട്രോളിംഗ് എന്നൊക്കെയുള്ള നിഷ്പക്ഷവും നീതിയുക്തവുമായ രീതിയിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിൻ്റെ ഭാഗമായി തിരഞ്ഞെടുപ്പ് കമ്മീഷനാണല്ലോ ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഈ പ്രസ്തുത വീഡിയോയ്ക്ക് താഴെ ഒരു റീലായിരുന്നു അത്. അതിന് താഴെ ഒരു വിദ്വേഷ കമൻ്റ് ഉണ്ടാവുന്നു. ഈ വിദ്വേഷ കമൻ്റ് കണ്ടപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ എൻ്റെ ശ്രദ്ധയിൽ ഇത് പെടുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ സൈബർ പോലീസിന് നിർദ്ദേശം നൽകുന്നു ഇത് നീക്കാൻ ആവശ്യപ്പെടണം എന്ന്. അപ്പോൾ സൈബർ പോലീസ് ഇത് നേരെ പോയി മെറ്റയോട് ഒരു നോട്ടീസ് കൊടുത്തിട്ട് ഇത് നീക്കണം എന്ന് പറയുന്നു. അപ്പോൾ മെറ്റ എന്ത് ചെയ്തു? ആ കമൻ്റ് അല്ല നീക്കിയത്, ആ വീഡിയോ അങ്ങ് നീക്കി. ആത്യന്തികമായി പ്രശ്നം പറ്റിയിരിക്കുന്നത് മെറ്റയ്ക്കാണ്. കമൻ്റാണ് നീക്കാൻ പറഞ്ഞ് നോട്ടീസ് കൊടുത്തിരിക്കുന്നത്, പക്ഷേ നീക്കിയത് വീഡിയോയാണ്. ഇതാണ് ഇതിൻ്റെ ഓർഡർ. എന്നിട്ട് ഇതിലാണ് പറയുന്നത് പോലീസ് അനധികൃതമായി ഇടപെട്ട് പോലീസിനെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ച് ഈ രീതിയിലൊക്കെ ഇതിനെ വക്രീകരിച്ച് കാണുന്ന ആളുകളുണ്ട്. അങ്ങനെ കാണുന്നതിന് അത് ഈ ഇലക്ഷൻ്റെ സമയം, ഞാൻ വീണ്ടും പറയുകയാണ്, ഈ ഇലക്ഷൻ സമയമായതുകൊണ്ടുള്ള പ്രത്യേക ഒരു ഉത്സാഹത്തിൽ അതിനെ അങ്ങനെ കാണുന്നതാണ്. സത്യത്തിൽ വസ്തുത ഇതാണെന്നിരിക്കെ മെറ്റയ്ക്ക് ഇവിടെ അബദ്ധം പിണഞ്ഞിരിക്കെ ഇതാണ് അതിൻ്റെ ഓർഡർ. അപ്പോൾ അങ്ങനെയുള്ളവർ ഇത് പോലീസാണ് ഇതിൽ അനധികൃതമായി ഇടപെട്ടിരിക്കുന്നത് എന്ന് വിചാരിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സർക്കാർ എന്നുള്ള ഒരു കാവൽ സർക്കാർ മാത്രമാണ് അവിടെ നിൽക്കുകയുള്ളൂ. മറ്റെല്ലാ അധികാരങ്ങളും ഇലക്ഷൻ കമ്മീഷനാണ് ഉള്ളത്. അവരാണ് ഈ പറയുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ വന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ അതിനുള്ള മറുപടി കൊടുത്തു. ആ വകുപ്പ് ഞാനാണ് കൈകാര്യം ചെയ്യുന്നത് എങ്കിൽ പോലും ആ വകുപ്പുമായി എനിക്ക് നേരിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. ഈ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു നയപരമായ കാര്യം ഒരു സർക്കാരിന് എടുക്കണമെങ്കിൽ തന്നെ അതിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ അനുമതി വേണം. ഇതാണ് ഈ ഇലക്ഷൻ കാലത്തെ പ്രത്യേക സാഹചര്യം. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നാൽ ഇങ്ങനെയാണ്.